ഈ പ്രദേശത്തുള്ള ആളുകളുടെ കൂടെ സൗകര്യം കണക്കിലെടുത്ത് വെച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ 10 മണിക്ക് മറ്റ് മരണാനന്തര ചടങ്ങുകൾ, സംസ്കാരം എന്നിവ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ വരുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്തുണ്ട്. ഏതൊരു പരിപാടിക്ക് ശേഷം ഇങ്ങോട്ട് വരുമെന്നാണ് ഇവിടുത്തെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ടൗൺ ഹാൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ടൗൺ ഹാൾ 1 മണി മുതൽ 3 മണി വരെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ആളുകൾ വന്ന് കണ്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ഇപ്പോൾ. പരമാവധി ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്താനാണ്, അതായിരിക്കും സൗകര്യം. കാരണം ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്, പിന്നെ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയുമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ടൗൺ ഹാളിൽ പൊതുദർശന വേളയിൽ എത്തുന്നതായിരിക്കും സൗകര്യം. ഓക്കെ. രഞ്ജി പണിക്കരാണിപ്പോൾ എങ്ങനെയായിരിക്കും ചടങ്ങുകൾ എന്നുള്ള കാര്യം വിശദീകരിക്കുന്നത്. 1 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനം. നാളെ രാവിലെയാണ്. 1 മണി മുതൽ ടൗൺ ഹാളിൽ പൊതുദർശനമായിരിക്കും. നാളെ രാവിലെ ആയിരിക്കും സംസ്കാരം 10 മണിക്ക് എന്നുള്ളതാണ് വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ലേബി സജീന്ദ്രൻ കൂടിയുണ്ട്. ലേബി, ഇപ്പോൾ ശ്രീനിവാസനെ കാണാൻ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ടൗൺ ഹാളിൽ 1 മണി മുതൽ പൊതുദർശനമുണ്ട്. അവിടേക്കും ഉറപ്പായിട്ടും സിനിമാ ലോകം മാത്രമല്ലല്ലോ, ഒരുപാട് നാട്ടുകാർക്കൊക്കെ തന്നെ, പ്രേക്ഷകർക്കൊക്കെ തന്നെ ശ്രീനിവാസൻ എത്രത്തോളം പ്രിയപ്പെട്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടേക്ക് ആളുകളുടെ ഒരു വലിയ ഒഴുക്കുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവുക ദേവി? സ്മൃതി, ശ്രീനിവാസൻ ഈ തൃപ്പൂണിത്തുറയിൽ വന്ന് താമസമാക്കിയതിനു ശേഷം നാടുമായി വലിയ ബന്ധമാണ് അദ്ദേഹം സൂക്ഷിച്ചിരുന്നത്. നമ്മൾ കാലങ്ങളായി കേൾക്കുന്നുണ്ടല്ലോ, ശ്രീനിവാസൻ ഇവിടെ വന്നതിന് ശേഷം സിനിമയിൽ നിന്ന് സജീവമായ തിരക്കുകൾ ഒഴിവാക്കിയതിനു ശേഷം അദ്ദേഹം കൃഷിയിലേക്ക് ഫോക്കസ് ചെയ്യുകയായിരുന്നു. ഈ പ്രദേശത്തുള്ളവരൊക്കെ ശ്രീനിവാസനെ കണ്ട ജനകീയ കൃഷിയിലേക്ക് ആകൃഷ്ടരായ വാർത്തയൊക്കെ എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രീനിവാസൻ സാധാരണഗതിയിൽ വലിയൊരു സിനിമാക്കാരൻ വന്ന് താമസമാക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ ഇങ്ങനെ മാറി നിന്ന് അത് അദ്ദേഹത്തിന്റെ വീട് എന്ന് ദൂരെ നിന്ന് കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ശ്രീനിവാസൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ സാധാരണക്കാരനു വേണ്ടി സംവദിച്ചതുപോലെ തന്നെ അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചേരുകയായിരുന്നു. അതുകൊണ്ട് ഈ തൃപ്പൂണിത്തുറ, കണ്ടനാട്, പുതിയകാവ് പ്രദേശത്തേക്ക് ജനങ്ങൾക്ക് അദ്ദേഹം സ്വന്തമായി അയൽപക്കത്ത് നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു. ഒട്ടും അകലെയല്ലാതെ അദ്ദേഹം ഇവരോടൊക്കെ തൊട്ടടുത്ത് നിന്ന് ഇടപഴകിയത് കൊണ്ട് തന്നെ ഈ നാടിന് വലിയ ഹൃദയവായ്പാണ് അദ്ദേഹത്തോട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സ്നേഹബന്ധം സൂക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുക എന്നത് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് വലിയ ഒരു തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങോട്ട് അധികം പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ വീടിന്റെ പരിസരത്തിനില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ടൗൺ ഹാളിൽ വരാനൊക്കെ സിനിമാ പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ടവരും ഒക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നാട്ടുകാർക്ക് ഇവിടെ എത്തി തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ ഒന്നുകൂടി കാണുക, അവസാനമായി ഒരു നോക്ക് കാണുക, അന്തിമോപചാരം അർപ്പിക്കുക എന്നതൊക്കെ അവരുടെ ഒരു അഭിലാഷമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടാകും. സ്വാഭാവികമായി ഇന്ന് 1 മണി മുതൽ 3 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഇങ്ങോട്ട് തിരികെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ എല്ലാവരും, ഈ വീട്ടുകാരെല്ലാം, ഈ നാടിന്റെ ഈ പരിസരത്തുള്ളവരും നാട്ടുകാരും അദ്ദേഹത്തോട് ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നവരും എല്ലാം ഇങ്ങോട്ട് ഒഴുകിയെത്തും. അതിനുശേഷം നാളെ രാവിലെ 10 മണി വരെ ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ വീട്ടുവളപ്പിൽ തന്നെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ നൂറ്റാണ്ടുകൊണ്ട് എങ്ങനെ അദ്ദേഹം രേഖപ്പെട്ട് കിടക്കുന്നോ അതുപോലെ തന്നെയാണ് ഈ നാട്ടിലും അദ്ദേഹം രേഖപ്പെട്ട് കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ കാലാനുവർത്തിയായിരുന്നല്ലോ സ്മൃതി. ആ കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ പിന്നിട്ട കാലങ്ങളിലെല്ലാം നമ്മളുടെയൊക്കെ കൗമാരങ്ങളെയും യൗവനങ്ങളെയും എല്ലാം ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ ഈ ശ്രീനിവാസൻ സിനിമകളെല്ലാം ഇങ്ങനെ കടന്നു വന്നത്. നമ്മൾ ആ സിനിമകളിലൂടെ ജീവിക്കുകയായിരുന്നു എന്ന് പറയാമല്ലോ. ഇപ്പോൾ നാടോടിക്കാറ്റിലെ ഏതെങ്കിലും ഒരു സംഭാഷണ ശകലം അറിയാത്ത ഒരു ആ കാലഘട്ടത്തിൽ ജീവിച്ചവരുണ്ടോ